രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഈ അതിർഷിയുടെ വരവ് അത് സുനിത കെജ്രിവാളിന് സാധ്യത ഉണ്ടായിരുന്നോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒരുപക്ഷെ BJP ഇവിടെ കുടുംബാധിപത്യം എന്നുള്ള ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കുമോ അതിർഷിയിലേക്ക് തന്നെ ആ തീരുമാനമെത്തിയത്? സുനിത കേജ്രിവാളിന്റെ ഒരു പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് ഒരു കേവലം ഡിബേറ്റബിൾ മാത്രമായിരുന്നു. അത് മാധ്യമങ്ങളിൽ വന്ന ഊഹാപോഹങ്ങൾക്ക് ഉപരിയായി സുനിത കേജ്രിവാൾ ഗൗരവമായി ഒരിക്കൽ പോലും ആം ആദ്മി പാർട്ടിയുടെ ഒരു പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ആരാണ് കേജ്രിവാളിന്റെ മനസ്സിൽ എന്ന് മുൻപ് തന്നെ വ്യക്തമായിരുന്നു. ഓഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യദിനത്തിന് കൊടി ഉയർത്താൻ വേണ്ടി കേജ്രിവാൾ നിയോഗിച്ചത് യഥാർത്ഥത്തിൽ അതിഷി മർലേനയെ തന്നെയാണ്. അന്ന് മുതൽ തന്നെ അതിഷി മർലേനയുടെ പേരാണ് പൊതുവെ ഉയർന്നു കേട്ടത്. അത് മാത്രമല്ല, കേജ്രിവാൾ ജയിലിലായിരുന്ന സമയം അത്രയും കഴിഞ്ഞ 6 മാസവും മാധ്യമങ്ങളുമായി ഏറ്റവും അധികം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും വാദിച്ചുകൊണ്ടിരുന്നതും ഒരു പൊതുമുഖമായി ഉയർന്നു വന്നതും സീനിയർ നേതാക്കളെക്കാൾ ഉപരിയായി വന്നത് ആം ആദ്മി പാർട്ടി ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന അതിഷി മർലേന എന്ന ലേഡിയാണ്. കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് ഒരു പശ്ചാത്തലം. അപ്പൊ ഏത് ജോലിയും ചെയ്യാൻ ഉള്ള കഴിവുള്ള ഒരാൾ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകയായി വരുമ്പോൾ അതിഷി മർലേനയ്ക്ക് ലഭിക്കുന്ന ഒരു പൊതു സ്വീകാര്യത, അത് മാത്രമല്ല രാഷ്ട്രീയകാര്യ സമിതി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടിയപ്പോഴും എടുത്ത തീരുമാനം എന്നത് അതിഷി മർലേനയുടെയാണ്. അത് സ്വാഭാവികമായ ഒരു തീരുമാനമാണ്. തീർച്ചയായും സീനിയർ നേതാക്കൾ ഉണ്ട്, രാജ്യസഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ, ഗോപാൽ റായ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ പോലും അതിഷി ഒരു വനിതാ മുഖ്യമന്ത്രിയായി ഡൽഹി വരുമ്പോൾ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും ശേഷം അതിഷി മർലേന മുഖ്യമന്ത്രിയായി വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ ഒരു വനിതാ സൗഹൃദമായ ജനസൗഹൃദമായ ഒരു മുഖം കൂടിയാണ്. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഉഗ്രമായി കൈകാര്യം ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വളരെ വൈകിയാണ് അതിഷി മന്ത്രിസഭയിൽ എത്തിയതെങ്കിൽ പോലും ആദ്യം മുതൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും മന്ത്രിസഭയിൽ ഏറെക്കാലം ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ പ്രവൃത്തി പരിചയം ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതും അതിഷിക്ക് അനുകൂലമായ കാര്യമാണ്. സ്വാഭാവികമായി വരേണ്ടത് മന്ത്രിസഭയിലെ 2ാമനായി പൊതുവെ കരുതിയിരുന്ന മനീഷ് സിസോദിയാണ്. പക്ഷെ ആരോപണ വിധേയനായി നിൽക്കുന്ന മനീഷ് സിസോദിയ മുഖ്യമന്ത്രി പദത്തിലേക്ക് താൽക്കാലികമായി പരിഗണിക്കപ്പെടേണ്ടതില്ല എന്ന ഒരു ചിന്ത ആം ആദ്മി പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അത് പൊതുവെ പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആരോപണ വിധേയം അല്ലാത്ത ഒരു മുഖം മാത്രം, അത് MLA തന്നെ ആയിരിക്കുന്ന ഒരു മുഖം മാത്രം. അത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കുന്ന, അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാത്ത ഒരു ജിതിൻ റാം മാഞ്ചി ബീഹാറിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതുപോലെ അല്ല എങ്കിൽ പലപ്പോഴും ഒരാളെ താൽക്കാലികമായി ചുമതല ഏൽപ്പിക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകും നമ്മൾ കണ്ടതാണ്. നമ്മൾ സോറന്റെ കാര്യം കണ്ടതാണ്. ഛത്തീസ്ഗഡിൽ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ രാജിവെച്ച ഒഴിവിൽ ചമ്പൈ സോറനെ കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ നിന്നും മാറ്റിയപ്പോൾ ഉണ്ടായ പുകിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വിഭിന്നമായി വളരെ അച്ചടക്കത്തോടുകൂടി തന്നെ പാർട്ടിയെയും പാർട്ടിയുടെ ദർശനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പൊതുമുഖമായി തൽക്കാലത്തേക്കെങ്കിലും അതിഷി മർലേന വരുന്നു എന്നത് വേണം ഇതിനെക്കുറിച്ച് കാണാൻ. ശ്രീ മോഹൻ വർഗീസ്, ഈ അതിഷി മർലേനയുടെ വരവ് അത് ആം ആദ്മി പാർട്ടിയുടെ ഏകണ്ഠമായിട്ടുള്ള തീരുമാനമാണ് തന്നെ കണക്കാക്കാം. പക്ഷേ അപ്പോഴും ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഗൗതം ഗംഭീറിനോട് ഏതാണ്ട് 4.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്കുള്ളൊരു പരാജയം ഡൽഹിയിൽ ഏറ്റുവാങ്ങിയിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യം മാറി, ഏതാണ്ട് 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തി. അതിനുമപ്പുറം ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് പ്രകടമാക്കിയ നേതൃപാടവമാണോ, BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിരുന്ന രൂക്ഷ വിമർശനങ്ങളാണോ, ഈ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന്റെ അസാന്നിധ്യത്തിലും മോശമല്ലാത്ത രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം, അതിന്റെയൊക്കെ സാഹചര്യമൊക്കെയാണോ ഈ അതിഷിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? അങ്ങനെ വേണം കരുതാൻ. അതിഷി കഴിവ് തെളിയിച്ച മന്ത്രി തന്നെയാണ്. ഒരു മാധ്യമ ഫ്രണ്ട്ലി ഒരു ഫേസ്, മാധ്യമങ്ങളോട് സ്ഥിരമായി സംവദിച്ചത് വഴി ഡൽഹി മാത്രമല്ല ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ
ഡെവലപ്പ് ചെയ്ത് വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ. ഒരുപക്ഷെ അതിഷ് മർലേനെ കുറിച്ച് നമ്മൾ ഏറെ കേട്ടു തുടങ്ങുന്നത് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ്. അതെ, അതിന് മുമ്പ് തന്നെ രംഗത്തുണ്ടായിരുന്നു എങ്കിൽ പോലും. ശരിയാണ്, മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഗൗതം ഗംഭീറിനോട്, ക്രിക്കറ്റ് താരമായിരുന്ന ഗൗതം ഗംഭീറിനോട് വലിയ ഭൂരിപക്ഷത്തിൽ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ചരിത്രമുണ്ട് അതിഷി മർലേനയ്ക്ക്. പക്ഷേ അതിഷിയുടെ ആ ഒരു തോൽവിയെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, ഒരു ബോധ്യ തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റീജിയണൽ പാർട്ടി, അന്ന് റീജിയണൽ പാർട്ടി ഇപ്പോൾ ദേശീയ പാർട്ടിയുമായ ആം ആദ്മി പാർട്ടിക്കും എന്ന ഒരു ഫോർമുല ഏറെക്കാലമായി പരിചിതമായ ഒരു ഫോർമുലയാണ്. ഏതാണ്ട് അത് അങ്ങനെ തന്നെയാണ് ഒരു പതിറ്റാണ്ടായി, 2013 മുതൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി തുടർന്നു വരുന്ന ഡൽഹി ജനങ്ങളുടെ ആ ഒരു ഫോർമുല. വലിയ ഭൂരിപക്ഷത്തിൽ BJP ലോക്സഭയിലേക്ക് ജയിച്ചു കഴിഞ്ഞ ഉടനെ നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 70-75% സീറ്റുകൾ നേടുന്ന ഒരു കാഴ്ച പതിവായി കണ്ടതാണ്. 3 തെരഞ്ഞെടുപ്പുകളെങ്കിലും അത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തോൽവിയുടെ പേരിൽ അതിഷി മർലേനയ്ക്ക് കാര്യമായ ജനസ്വാധീനമില്ല എന്ന് പറയാനാവില്ല. അതുകൊണ്ട് കേജ്രിവാളിന്റെ അഭാവത്തിൽ പാർട്ടിക്കോ ഗവൺമെന്റിനോ ബുദ്ധിമുട്ടില്ലാതെ പാർട്ടിയുടെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി മാധ്യമ സൗഹൃദമായി പെരുമാറി എന്നതെല്ലാം തന്നെ പ്രയോജനമായി വന്നു. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ശ്രീ മോഹൻ വർഗീസ് ആണ് അതിഷി മർലേനയുടെ വരവിന്റെ ഒരു സാഹചര്യം വിലയിരുത്തിയത്. എന്നാലും അതിഷി മർലേന, അതിഷി എന്ന് തന്നെ അവർ പുനർനാമകരണം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതിഷി ആയിരിക്കും ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി.